ഇരുന്നോ? ഓക്കെ മാം, ചെയ്യേണ്ടത് ഐ വാണ്ട് യു ടു തിങ്ക് ഓഫ് എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ്. ഒരു സുഹൃത്തിനെ ആലോചിക്കണം. പറയട്ടെ. ഡെറ്റി എന്നുള്ള ബുദ്ധിമുട്ടുള്ള പേരൊന്നും ആലോചിച്ച് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള പേരൊന്നും ആലോചിച്ചാൽ എന്നെ ചുറ്റിക്കരുത്, അതാണ് പറഞ്ഞത്. മേ ബി ലൈക്ക് ഒരു കാര്യം ചെയ്യാം, സ്കൂൾ കാലഘട്ടത്തോ അല്ലെങ്കിൽ കോളേജിലോ പഠിച്ച ഏതെങ്കിലും ഒരു ലോങ് ലോസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ ഒരു സുഹൃത്തിനെ ആലോചിക്കുക. ആലോചിച്ചോ? വലിയ ബുദ്ധിമുട്ടുള്ള പേരൊന്നും അല്ലല്ലോ. ഓക്കെ, താങ്ക് യു. സി മാം, സുഹൃത്തിന്റെ ഫസ്റ്റ് നെയിം മാത്രം എടുക്കുക. ഉണ്ടല്ലോ? ഓക്കെ. അപ്പൊ ഇനി മാം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ പേര് എന്നെ കാണിക്കേണ്ട, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഒന്ന് എഴുതുക. ഇത് ഫസ്റ്റ് നെയിം, ഫസ്റ്റ് ലെറ്റർ അല്ല, ഫസ്റ്റ് നെയിം എഴുതിയതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ ഫേസ് ഡൗൺ ആയിട്ട് പിടിച്ചോളൂ. സോ ദാറ്റ് ഐ കാൺ സീ. ഓക്കെ ആണല്ലോ? only the first name. തിരിച്ചു പിടിച്ചോ, പെൻ പിടിച്ചോ. അതന്നോ? സി, ഞാനത് എഴുതാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ചിലര് വരെ നമ്മളൊന്ന് പറ്റിക്കാനായിട്ട്. സി, ഇപ്പൊ വന്നിട്ട് ഞാനിപ്പോ ഇന്ന ആളെയാണോ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും, ഞാൻ വേറൊരാളെയാണല്ലോ മോനെ ആലോചിച്ചത്. സി, ഫ്രം നൗ ഓൺ യു കാൻ ചേഞ്ച് യുവർ മൈൻഡ്. മാം ആരെയാണോ ആലോചിക്കുന്നത് ഇതിനകത്തുണ്ട് അല്ലേ? ഒരു കാര്യം ഞാൻ തരാം. അതൊരു മാം ഫിലിംസ് കാണാറുണ്ടോ? ഇല്ല. അത് പിടിച്ചു. സി, ഇതൊരു തേർഡ് ഐ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ബേസിക്കലി ട്രയാങ്കിൾ ആൻഡ് ആൻ ഐ ഇൻസൈഡ്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ ബോധം കെടുത്താനൊന്നുമില്ല, പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് പേടിയാവും. മാം ചെയ്യണ്ടേ, ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ് ഐ, ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, റിലാക്സ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കുക. വേറെ ഒന്നും ആലോചിക്കണ്ട. ഞാൻ പറയുന്ന പോലെ ഒന്ന് മൈൻഡിൽ ഇമാജിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, ഇദ്ദേഹം ഈ സുഹൃത്ത്, ഈ ആലോചിക്കുന്ന സുഹൃത്ത്, അദ്ദേഹം മാമിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് മൈൻഡിൽ ഉറക്കെ വിളിക്കുക. മൈൻഡിൽ. ഓക്കെ, എന്റേതായിരുന്നു നോക്കാവോ? മാം, എനിക്കറിയില്ല ഇതൊരു മെയിൽ നെയിം ആണോ ഫീമെയിൽ നെയിം ആണോ. എനിക്ക് ഫീമെയിൽ നെയിം, റൈറ്റ്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇതൊരു മെയിൽ നെയിം ആണോ ഫീമെയിൽ എന്ന് പറഞ്ഞപ്പോ മാഡം ഡോണ്ട് ട്രൈ ടു ഗീവ് എനിത്തിങ് അവേ. ഓക്കെ, റിലാക്സ് ആയിരിക്കും. ഓക്കെ, അഗൈൻ ഫ്രണ്ടിലുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പേരിന്റെ ഫസ്റ്റ് ആൽഫബറ്റിലേക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് ആൽഫബറ്റിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഒന്ന് കണ്ണടയ്ക്കോ. ഐ ആം ഗെറ്റിംഗ് 2 letters, maybe this or this. കാരണം രണ്ടും ഇറ്റ് സൗണ്ട് സിമിലർ. ഐ തിങ്ക് ഇതായിരിക്കാം ദിസ് വൺ. ഞാൻ ഫസ്റ്റ് ആൽഫബറ്റ് കണ്ടോ? ഫസ്റ്റ് ആൽഫബറ്റ് എന്താന്ന് പറയാമോ? ഫസ്റ്റ് ആൽഫബറ്റ് മാത്രം മതി. വി. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ഞാൻ മാമിന്റെ ഷോൾഡറിൽ ഒരു തവണ ടച്ച് ചെയ്യും. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് ഒരു തവണ മൈൻഡിൽ പറയണം, മറ്റു തവണ. ഓക്കെ, ഓക്കെ, ഒന്നുകൂടെ ഒന്ന് കണ്ണടയ്ക്കുക. ഓക്കെ, കണ്ണുറങ്ങോ? ഞാനിവിടെ ഒരു പേര് എഴുതിയിട്ടുണ്ട്. മേ ബി ദിസ് അല്ലെങ്കിൽ സംതിങ് സിമിലർ. അത്ര എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. മൈക്കിലാണ്. അപ്പൊ മൈക്കിലൂടെ ഒന്ന് ഉറക്കെ പറയണം. ആരെയാണ് ആലോചിക്കുന്നത്? വീണ. അപ്പൊ നെക്സ്റ്റ് ടൈം ഇനി വീണനെ കാണുകയാണെങ്കിൽ ഒരു ഹായ് പറഞ്ഞത്. ഓക്കെ, വലിയ കൈ കൊടുത്ത്. ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. താങ്ക് യു മാം.